ചെമ്പനിപ്പ് സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ഇന്നത്തെ എപ്പിസോഡിൽ അവസാനമായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛൻ കുടിക്കരുതെന്നുള്ള കാര്യം പറഞ്ഞിട്ടും സുധിയും അതുപോലെ ശ്രീകാന്തും കുടിക്കുന്നുണ്ട്. സച്ചിയെ നിർബന്ധിക്കുമ്പോൾ സച്ചി വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാണ്. എന്നാൽ കുറച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചി കുടിക്കുകയും വന്നിരിക്കുന്ന അഭിലാഷറുമൊത്ത് പാട്ടൊക്കെ പാടി രസിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇത് കണ്ട് ശ്രുതിയും മീരയും നല്ലൊരു ചാൻസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് സച്ചിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് വീഡിയോ എടുക്കുന്നത് പോലെ കാണിച്ച് അതിനകത്തുള്ള വീഡിയോ സെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുമ്പായിട്ട് തന്നെ സച്ചി ശ്രുതിയുടെ കയ്യിൽ നിന്നും ഫോണ് തട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒക്കെ നമ്മൾ ഇന്നലെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ലിങ്ക് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കേട്ടോ. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചിയുടെ പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം അഭിലാഷ് സർ തന്നെ പറയുന്നുണ്ട്, വളരെ മനോഹരമായിട്ട് തന്നെ സച്ചി നീ പാടി. ഈ സ്ഥലത്തേക്ക് ശരിക്കും ഒരു എൻജോയ്മെന്റ് മൂഡ് കൊണ്ടുവന്നത് തന്നെ സച്ചിയാണ്. സച്ചി പറഞ്ഞതുപോലെ തന്നെ സച്ചിയുടെ ഇഷ്ടപ്പെട്ട ഗായകനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം വളരെ മനോഹരമാണ്. സച്ചിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ എഴുതിയിരിക്കുന്ന ആള് അതിനകത്ത് കള്ളം പറയുന്നില്ല, സത്യങ്ങൾ മാത്രമാണല്ലോ പറയുന്നത്. അതുപോലെ തന്നെ ആ പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരും സത്യം മാത്രമേ പറയൂ എന്നൊക്കെ അഭിലാഷ് സാർ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സച്ചിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയാണേ. കാരണം സച്ചിയും അതുപോലെ ബാക്കിയുള്ളവരും എല്ലാവരും അദ്ദേഹത്തെ കള്ളം പറഞ്ഞ് പറ്റിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. സച്ചിയുടെ മൂഡ് പെട്ടെന്ന് മാറുന്നത് കാണുമ്പോൾ തന്നെ അഭിലാഷ് സാർ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്ത് പറ്റി സച്ചി, നീ എന്താ മൂഡ് ഓഫ് ആയത് എന്നുള്ള കാര്യം. സാർ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ എന്റെ ഹൃദയത്തെ കുത്തി. നീ എന്താ സച്ചി പറയുന്നത്? സച്ചി പറഞ്ഞു വരുന്ന വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്കും അതുപോലെ സുധിക്കും ഇനിയിപ്പോ ഇവൻ എന്തായിരിക്കും പറയാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ആലോചിച്ചിങ്ങനെ നിൽക്കുവാണേ. അങ്ങനെ സച്ചിയാണെന്നുണ്ടെങ്കിൽ സാറിനോട് ഞാൻ കള്ളം പറഞ്ഞു എന്ന് പറയാണേ. എന്ത് കള്ള സച്ചി നീ എന്നോട് പറഞ്ഞത്? സച്ചി പറയാൻ വേണ്ടി പോകുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് സുധിയാണെന്നുണ്ടെങ്കിൽ സച്ചി നീ ഭക്ഷണം കഴിച്ചിട്ടല്ലോ, പോയി കഴിക്കടാ എന്ന് പറയാണേ. സുധിയെ അങ്ങ് തള്ളി മാറ്റിക്കൊണ്ട് നല്ലൊരു മനുഷ്യനെ ഒരിക്കലും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി പാടില്ലടാ എന്ന് പറയുന്നുണ്ട് സച്ചി. അങ്ങനെ സച്ചി സത്യങ്ങളെല്ലാം തുറന്നു പറയാണ്. സർ, ഞാൻ 50 കാറിന്റെ ഓണർ അല്ല, ട്രാവൽസ് ഒന്നും നടത്തുന്നുമില്ല. എന്റെ കയ്യിൽ ആകെ 2 കാറ് മാത്രമേ ഉള്ളൂ, അതും ഡ്യൂലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ആണോ എന്ന് അഭിലാഷ് സാർ ചോദിക്കുന്നുണ്ട്. അതെ സർ. പിന്നെ സർ, എന്റെ അനിയൻ ശ്രീകാന്ത് ഉണ്ടല്ലോ, അവൻ 5 സ്റ്റാർ ഹോട്ടലൊന്നും നടത്തുന്നില്ല, പക്ഷെ അവൻ ഹോട്ടലിലെ ഷെഫാണ്. ഇത് കേട്ട ആനന്ദാണെന്നുണ്ടെങ്കിൽ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്താണ് ബ്രോ, നിങ്ങളുടെ ചേട്ടൻ എല്ലാം തൊലച്ചു കളഞ്ഞല്ലോ, ഇതോടെ ഡീലർഷിപ്പ് തന്നെ ക്യാൻസൽ ആവുമെന്നാണ് തോന്നുന്നത്. എന്തിനാണ് എന്റെ അടുത്ത് ഇങ്ങനത്തെ കള്ളങ്ങളൊക്കെ പറഞ്ഞതെന്ന് അഭിലാഷ് സാർ ചോദിക്കുമ്പോ, സർ, സുധിക്ക് ഈ ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, സാറിന് ഒരിക്കലും പറ്റിക്കണമെന്ന് വിചാരിച്ചില്ല. ഇതെല്ലാം കേട്ട സുധിയാണെന്നുണ്ടെങ്കിൽ അയ്യോ എല്ലാം പോയല്ലോ എന്ന് പറയാണേ. സർ, എന്റെ ജീവിതത്തില് എന്റെ ഏട്ടൻ എന്നോട് ആദ്യമായിട്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടതാണ്, അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റിയില്ല സർ. സർ, ഈ കോട്ടും സൂട്ടും ഒന്നും നമുക്ക് ചേരില്ല, നമ്മള് സാധാരണ ഒരു കാർ ഡ്രൈവർ മാത്രമാണ്. സർ, എന്റെ ഭാര്യയാണെന്നുണ്ടെങ്കിൽ ഒരു പൂക്കടയാണ് നടത്തുന്നത്. സാറിനോട് കള്ളം പറഞ്ഞതിനൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. സച്ചി പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ സുധിയെ നോക്കുവാണേ. സുധി ഇങ്ങനെ പറയുന്നുണ്ട്, സർ, അവൻ പറയുന്നതെല്ലാം കള്ളമാണ്, അവൻ കുളിച്ചിട്ട് ബോധമില്ലാതെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നതാണെന്നൊക്കെയാണേ. സർ, ഞാൻ പറഞ്ഞതൊന്നും കള്ളല്ല, പക്ഷേ സുധി ഉണ്ടല്ലോ, അവൻ ആദ്യമായിട്ട് ഒരു ബിസിനസ് ആരംഭിച്ചത്, അവൻ ജനിച്ചത് മുതലേ വലിയൊരു ബിസിനസ്മാൻ ആകണം എന്നാണ് അവന്റെ ആഗ്രഹം. പിന്നെ ഒരു കാര്യം പറയാലോ സർ, അവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, അതിനുള്ള കഴിവും അവനുണ്ട്. സച്ചി, നീ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും നിന്നെ കൊണ്ട് കള്ളം പറയാൻ വേണ്ടി പറ്റില്ല. ചിലരൊക്കെ ബിസിനസ് നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങളൊക്കെ പറയുന്നു. ഇപ്പോ ഒരാൾ മുന്നേറി വരാൻ വേണ്ടിയിട്ട് ഒരു കുടുംബം മൊത്തം കള്ളം പറഞ്ഞു, അതും ഒരുപാട് നേരം നിങ്ങൾക്ക് ആ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല. യു ആർ വെരി ഇന്നസെന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇന്നസെന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നിനും കൊള്ളില്ലാത്തവൻ എന്നാണ് അർത്ഥം. നോ നോ നോ, ഒരിക്കലും നീ അങ്ങനെയൊന്നും പറയരുത്, നീ ശരിക്കും വലിയൊരാള് തന്നെയാണ്. സച്ചിയുടെ സത്യസന്ധത എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതിനു മുമ്പ് സുധിയുടെ കഴിവിനാണ് ഞാൻ ഈ ഡീലർഷിപ്പ് കൊടുക്കാന്ന് വിചാരിച്ചത്. എന്നാൽ ഞാൻ ഇപ്പൊ അവന് ഡീലർഷിപ്പ് കൊടുക്കുന്നത് സച്ചിയുടെ നല്ലൊരു ക്യാരക്ടർ കാരണം മാത്രമാണ്. ഞാൻ സുധിയുടെ ഒപ്പമാണ് ഇനി ബിസിനസ് നടത്താൻ വേണ്ടി പോകുന്നത്. ഇത് കേൾക്കുമ്പോഴേക്ക് ശ്രീകാന്ത് കൈ ക്ലാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും ബിസിനസ് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നല്ലോ സുധിക്ക്, അത് കിട്ടിയതിന്റെ സന്തോഷം സുധിക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും സുധിയുടെ കഴിവിനല്ല, സച്ചിയുടെ സത്യസന്ധതയ്ക്കാണ് ഈ ബിസിനസ് ഡീൽ കിട്ടിയെന്നുള്ള കാര്യം മനസ്സിലാകുമ്പോൾ ശ്രുതിക്ക് അത്ര വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല കേട്ടോ. സാറ് പറഞ്ഞത് സത്യമാണോ എന്ന് ശ്രുതി ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി ചോദിക്കുന്നുണ്ട്. അതെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നിങ്ങളുടെ അനിയന്റെ സത്യസന്ധത ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ഡീലർഷിപ്പ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. നിങ്ങളും നിങ്ങളുടെ അനിയനെ പോലെ തന്നെ സത്യസന്ധനാവാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത് കേട്ട് സുധി താങ്ക് യു സാർ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സച്ചി എന്ന് വിളിച്ചുകൊണ്ട് അഭിലാഷ് സാർ പറയുന്നത്, ബിസിനസ്സിൽ ഞാൻ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട് ഓരോ ദിവസവും, എന്നാൽ സച്ചിയെ പോലത്തെ സത്യസന്ധനായ ഒരാളെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴും ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. സച്ചിയുടെ ആ സ്വഭാവമാണേ. സച്ചി, എനിക്ക് ഫ്ലൈറ്റിന് സമയം ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുകയാണ്. സുധി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വിളിക്കുമ്പോഴേക്കും
സാർ എന്റെ ദൈവമാണ്, സാർ പറയൂന്ന് പറയാണേ. ഞാന് പോകുകയാണ് സുധി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോ സാറ് നോക്കി പോണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് യാത്ര അയക്കുന്നത്. എല്ലാം വെള്ളത്തിലാണ്. അദ്ദേഹം പോയി കഴിഞ്ഞതിന് ശേഷം സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായില്ലടാ, നേർമയോടുകൂടി മാത്രമേ നമുക്ക് എല്ലാം നേടാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ള കാര്യം. എടാ, നിനക്ക് നിന്റെ വാ വെച്ചിട്ട് ചുമ്മാതിരുന്നൂടെ, നീ എന്നെ ഒറ്റ കൊടുത്തല്ലേടാ എന്നുള്ള കാര്യം സുധി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഇപ്പോ സച്ചിയേട്ടന് എന്താ നഷ്ടം വന്നത്? സുധിയേട്ടന് ബിസിനസ് കിട്ടിയില്ലേ, പിന്നെന്താ പ്രശ്നം? സുധിയേട്ടന് വേണ്ടിയിട്ട് സച്ചിയേട്ടൻ നല്ല കാര്യമല്ല ചെയ്തത്. എടാ ശ്രീകാന്ത്, അതൊന്നും അവൻ ഒരിക്കലും മനസ്സിലാവില്ല. ഇതെല്ലാം കണ്ടിട്ട് ശരിക്കും ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കുറെ പൈസയും ചെലവാക്കി, അവള് വിചാരിച്ച കാര്യവും നടന്നില്ലല്ലോ. ആകെ മൊത്തം കലിപ്പിൽ ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി ഇത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴേക്കും രേവതി ആണെന്നുണ്ടെങ്കിൽ വേഷമൊക്കെ മാറ്റി സാധാ പോലെ തന്നെ ആയിട്ടുണ്ട്. അല്ല രേവതി, നീ ഡ്രസ്സൊക്കെ മാറ്റിയോ? ഞാന് വേഷം കെട്ടൊക്കെ ഊരി കളഞ്ഞു. എന്താ സച്ചിയേട്ടൻ മാറ്റിയില്ലേ? കുടിച്ചിട്ടുണ്ടല്ലേ? ലൈറ്റ് ആയിട്ടെന്ന് സച്ചി പറയുന്നത് കേൾക്കുമ്പോഴേക്കും അത്രയും പറഞ്ഞിട്ട് നിങ്ങൾ കുടിച്ചല്ലേ? ഞാനും കുടിക്കരുതെന്ന് വിചാരിച്ചിട്ടാ നിന്നത്, എന്നാ ഒരുത്തൻ എന്നെ കുടിപ്പിച്ചു. ചുമ്മാ സച്ചേട്ടൻ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറയണ്ട. രേവതി, ഞാൻ പറയുന്നത് സത്യമാണ്. ഞാൻ ഒരിക്കലും കുടിക്കണമെന്ന് വിചാരിച്ച് കുടിച്ചതല്ല. പക്ഷേ കുടിച്ചതുകൊണ്ട് ഒരു നല്ല കാര്യം നടന്നു. കുടിച്ചിട്ട് എന്ത് നല്ലത് നടന്നു എന്നാ സച്ചേട്ടൻ ഈ പറയുന്നത്? ആ അഭിലാഷ് സാറില്ലേ, അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മളെ കുറിച്ചിട്ടുള്ള സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ഇത് കേട്ട് രേവതിയാണെങ്കിൽ ആകെ ടെൻഷനായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്താ സച്ചേട്ടാ എന്നിട്ട് നടന്നതെന്ന്? നീ ടെൻഷൻ ആവണ്ട രേവതി, ഞാന് അദ്ദേഹത്തിന്റെ അടുത്ത് സത്യസന്ധമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. എന്റെ സത്യസന്ധതയ്ക്ക് അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് സുധിക്ക് തന്നെ കൊടുത്തു പറയുന്നുണ്ടെങ്കിലും അതൊന്നും വിശ്വസിക്കാൻ വേണ്ടിയിട്ട് രേവതിക്ക് പറ്റുന്നില്ല കേട്ടോ. സത്യമാണോ എന്ന് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. രേവതി, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. സുധിയും കൂടെ തന്നെ ഉണ്ടായിരുന്നു. അവൻ ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞ സമയത്ത് ഒന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. അവര് രേവതി എന്താ പറഞ്ഞെന്നുള്ള കാര്യം അറിയോ? സുധിയുടെ അനിയൻ ഈ സച്ചിയുടെ സത്യസന്ധത കാരണം സുധിക്ക് ഈ ബിസിനസിന്റെ ഡീല് കൊടുക്കുകയാണെന്നാ പറഞ്ഞത്. ഇത് കേൾക്കുമ്പോ രേവതിക്ക് സന്തോഷാവുന്നുണ്ട് കേട്ടോ. അപ്പോ രാവിലെ മുതൽ നമ്മള് അഭിനയിച്ചതൊക്കെ വെറുതെ ആയല്ലേ? ഒരാളെ കള്ളം പറഞ്ഞിട്ട് കബളിപ്പിക്കുകയാണല്ലോ എന്നുള്ളൊരു കുറ്റബോധം മനസ്സിലുണ്ടായിരുന്നു. എന്നാ ഇപ്പോ മനസ്സിന് ചെറിയൊരു ആശ്വാസം തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാം. സച്ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോ, അല്ല രേവതി, നിനക്ക് എന്നോട് ദേഷ്യമില്ലേ? ദേഷ്യമൊക്കെ ഉണ്ട്, പക്ഷെ സ്നേഹമുണ്ട്. വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാണേ. വർഷയും ശ്രീകാന്തിനെ പിടിച്ചോണ്ട് പോവാണ് കേട്ടോ. നീ കുറച്ചേ കുടിക്കുള്ളൂ എന്നാ ഞാൻ വിചാരിച്ചത്. എന്ത് കുടിയാടാ കുടിച്ചെന്ന് ചോദിക്കുമ്പോ, എനിക്കറിയില്ല വർഷേ, എന്റെ തല ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ പിടിച്ചോണ്ട് പോകുന്നുണ്ട്. അതേസമയം ശ്രുതിയും സുധിയെ പിടിച്ചോണ്ട് അങ്ങനെ പോവാണ്. ശ്രുതി മറ്റുള്ളവർക്ക് പാർട്ടി കൊടുക്കുക എന്നുള്ള പേരും പറഞ്ഞിട്ട് നീ നന്നായിട്ട് കുടിച്ചല്ലേ? അല്ല ശ്രുതി, എന്റെ അടുത്ത് അഭിലാഷ് സാറ് കുടിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനിയിപ്പോ നോ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എങ്ങാനും ഡീലർഷിപ്പ് ക്യാൻസൽ ചെയ്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും കുടിച്ചത്. അവിടെ നിന്ന് പറഞ്ഞിട്ട് തള്ളി അങ്ങ് നടത്തിക്കുകയാണ്. അതേസമയം മീരയും ശ്രുതിയുടെ കൂടെ തന്നെ ഉണ്ട്. ഫോൺ എടുത്തോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല, പക്ഷെ വീട്ടിലെത്തുന്നതിന് മുമ്പ് എടുത്തേ പറ്റുള്ളൂ. ശ്രുതി ചെന്നിട്ട് ലിഫ്റ്റിന്റെ അവിടെ നോക്കുമ്പോൾ എല്ലാവരും ഓരോ വഴിക്കാണ് കേട്ടോ നിൽക്കുന്നത്. ഒന്നിനും ബോധമില്ല. ശ്രീകാന്ത് വർഷയുടെ മേലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ദേഷ്യത്തിൽ അങ്ങ് മാറി നിൽക്കുവാണ്. സച്ചി ഒരു ഭാഗത്ത് ഇങ്ങനെ ചാരി നിൽക്കുന്നുണ്ട്. ശ്രീകാന്ത് വർഷയുടെ മേലെ ഇങ്ങനെ ചാരി നിൽക്കുന്നത് കാണുമ്പോൾ രേവതി, ഞാനും നിന്റെ മേലെ ചാരി നിൽക്കട്ടെ എന്ന് പറയാണേ. അതിന്റെ ഒന്നും ആവശ്യമില്ല, നിങ്ങൾ സ്റ്റഡി ആയിട്ടില്ല നിൽക്കുന്നത്, അവിടെ അങ്ങ് നിന്നാ മതി. ശ്രുതിയാണെങ്കിൽ ക്യാബ് ബുക്ക് ചെയ്തോ എന്നുള്ള കാര്യം വർഷയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ക്യാബൊക്കെ താഴെ വന്നിട്ടുണ്ട്. ഇത് നോക്ക്, 3 പേര് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാല് അച്ഛന്റെ വായിലിരിക്കുന്നത് മൊത്തം കേൾക്കാന്ന് രേവതി പറയാണേ. അങ്കിൾ എന്തായാലും ഉറങ്ങിയിട്ടുണ്ടാവുമെന്ന് വർഷ. പക്ഷെ ആന്റി ഉറങ്ങിയിട്ടുണ്ടാവില്ല. 3 പേർക്ക് നന്നായിട്ട് കിട്ടിക്കോളും. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ലിഫ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ലിഫ്റ്റ് വന്നിട്ട് എല്ലാവരും അതിനകത്ത് കയറുവാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചി അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. സച്ചിക്കൊന്നും ബോധമില്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ വീഴാൻ വേണ്ടി കണക്കിന് ഇങ്ങനെ ഉറങ്ങുന്ന രീതിയിലൊക്കെയാണ് കിടക്കുന്നത്. ഇതാണ് കറക്റ്റ് സമയം എന്ന് വിചാരിച്ചുകൊണ്ട് ശ്രുതി ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. സച്ചിയുടെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തിട്ട് നേരെ ശ്രുതിയുടെ കോട്ടിന്റെ പോക്കറ്റിലേക്ക് ഇടുവാണ് ശ്രുതി ചെയ്യുന്നത്. ലിഫ്റ്റ് താഴെ എത്തിയിട്ട് ആദ്യം തന്നെ ശ്രുതി അങ്ങ് ഇറങ്ങി പോവാണ്. അതിന്റെ പുറകെ ശ്രീകാന്ത് വർഷയും പിന്നീടാണ് സച്ചിയും രേവതിയും പോകുന്നത്. ലാസ്റ്റ് ആണ് നമ്മുടെ ശ്രുതി ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ. മേരിയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ എങ്ങനെയാണ് ഫോൺ എടുക്കാന്ന് ചോദിക്കുന്നുണ്ട്. ഫോണൊക്കെ ഓൾറെഡി എടുത്തു. അത് ശ്രുതിയുടെ പോക്കറ്റിലുണ്ട് സച്ചിയുടെ ഫോണ്. വീട്ടിലെത്തിയതിന് ശേഷം വീഡിയോ എടുത്തിട്ട് ഞാൻ സെൻഡ് ചെയ്യുമെന്ന് പറയാണ്. വീട്ടിലെത്തിയതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. ഒരെണ്ണത്തിന് നടക്കാൻ വയ്യ, എല്ലാവരും പിടിച്ചിട്ടാണ് കേട്ടോ കൊണ്ടുപോകുന്നത്. ഉള്ളിലേക്ക് ഇങ്ങനെ കയറുന്നതിനിടയ്ക്ക് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ശ്രുതി കൈയൊക്കെ തട്ടി മാറ്റിക്കൊണ്ട് പറയുന്നുണ്ട്, ഞാൻ സ്റ്റഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്, ശരി ശരി എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറുവാണേ. അങ്ങനെ അവരെല്ലാരും എത്തുന്ന സമയത്ത് അച്ഛൻ ഉറങ്ങിക്കാണുന്നാണല്ലോ വിചാരിച്ചിട്ടാണ് ഇവർ 3 പേരും കുടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ കതക് വന്ന് തുറക്കുന്നത് മറ്റാരുമല്ല, രവിയാണ്. രവിയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുമ്പോഴേക്കും ശ്രുതിക്കും വർഷയ്ക്കും അതുപോലെ രേവതിക്കും ടെൻഷൻ ആവുന്നുണ്ട്. ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ബോധമില്ലാതെ അച്ഛനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണോടോ ഗുഡ് മോർണിംഗ് ഒക്കെ പറയുന്നതെന്ന്
സുധി ചോദിക്കുന്നുണ്ട്. സച്ചിയും ബോധമില്ലാതെ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുവാണ്. എന്താടാ എല്ലാവരും ട്രെയിനിന് ചുവപ്പ് കൊടി കാണിക്കുന്നത് പോലെ നിൽക്കുന്നത് എന്ന്. അച്ഛാ, ചുവപ്പ് കൊടി കാണിച്ചു കഴിഞ്ഞാൽ നിൽക്കണ്ടേ, ആടാൻ വേണ്ടി പറ്റില്ലല്ലോ. എന്താണ് ശ്രീകാന്തെ, നീയും കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ. അയ്യോ ഇല്ല അച്ഛാ എന്ന് പറയുന്നുണ്ടേ. ഞാൻ ലൈറ്റായിട്ട്. അപ്പോഴേക്കും വർഷയാണെങ്കിൽ അല്ല അങ്കിൾ ഫുള്ളായിട്ട് കുടിച്ചിട്ടുണ്ട്. ഇല്ല അങ്കിൾ ഞാനല്ല കുടിച്ചിട്ടില്ല എന്നൊക്കെ ബോധമില്ലാതെ പറയുമ്പോ എടാ അത് അച്ഛനാണെന്ന് പറയണേ. ആ അച്ഛാ കുടിച്ചിട്ടില്ല അച്ഛാന്നൊക്കെ ശ്രീകാന്ത് ഇങ്ങനെ പറയുന്നുണ്ട്. വായ മൂടറ. അപ്പൊ 3 പേരും നല്ലോണം കുടിച്ചിട്ടാണല്ലേ വന്നിരിക്കുന്നത്. 3 പേർക്ക് നിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കുടിച്ചിട്ടുണ്ടല്ലേ. അയ്യോ അച്ഛാ ഇല്ലല്ല. എല്ലാവരും തട്ടി മാറ്റിക്കൊണ്ട് അച്ഛന്റെ അരികിലേക്ക് എന്നിട്ട് അച്ഛൻ ഞാൻ സ്റ്റഡി ആയിട്ടാ നിൽക്കുന്നതെന്ന് പറയണേ. മിണ്ടി പോരുതണ്ട. ശബ്ദം കേട്ടുകൊണ്ട് ചന്ദ്ര എല്ലാവരും എത്തിയോന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. ചന്ദ്രയെ കൊണ്ട കൂടെ തന്നെ മമ്മി മമ്മി എന്നൊക്കെ വിളിച്ചിട്ട് ഹാപ്പി ആനിവേഴ്സറി മമ്മി എന്നൊക്കെ പറഞ്ഞ് സുധി അങ്ങ് അരികിലേക്ക് ചെല്ലുവാണേ. ശരിയാ, നമ്മുടെ ആനിവേഴ്സറി ആണല്ലോ, ഹാപ്പി ആനിവേഴ്സറി സുധി എന്നൊക്കെ പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. സുധി എന്തൊക്കെയായി കാണിക്കുന്നത്, നേരെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ശ്രുതി ദേഷ്യപ്പെടുവാണേ. ഇവനെന്താ രവിയേട്ട പിച്ചും പയ്യൊക്കെ പറയുന്നത്? വേറൊന്നുമല്ല, നന്നായി കുടിച്ചിട്ടാണ് വന്നത്. കുടിച്ചിട്ടുണ്ടെന്നോ? എടാ ശ്രീകാന്തെ, ശ്രീകാന്തും കുടിച്ചിട്ടുണ്ടെന്ന് വർഷ പറയുന്നുണ്ട്. അപ്പോ നിങ്ങൾ രണ്ടുപേരും കുടിച്ചിട്ടാണോ വന്നത്? എല്ലാം ഇവന്റെ പണിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് സച്ചിയെ കുറ്റപ്പെടുത്തുമ്പോ ഇവരെയും കൂടി നശിപ്പിക്കാനാണോടാ നിന്റെ പദ്ധതി എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിക്ക് നേരെ ചെല്ലുമ്പോഴേക്കും രേവതിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അമ്മേ, സച്ചിയേട്ടൻ ആരുടെയും വായിൽ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. അവര് കുടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് ചോദിച്ചാൽ മതി. അല്ലെങ്കിലും നിന്റെ ഭർത്താവിനെ പോലെ ബാക്കി എല്ലാവരും കുടിച്ചത് കാണുമ്പോ നിനക്ക് സന്തോഷമാണല്ലോ തോന്നുന്നു. ഇവരെ എല്ലാവരും നല്ലപോലെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞതല്ലേ. എന്നിട്ട് രേവതി നീ എന്താ ഇങ്ങനെ ചെയ്തെന്ന് ചോദിക്കുമ്പോ അച്ഛാ പറഞ്ഞു, പക്ഷെ ആരും കേൾക്കണ്ടേ. അതെ അങ്കിളെ, ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞ് കുടിച്ചു തുടങ്ങിയതാണ്, പക്ഷെ ഫുള്ളായിട്ട് കുടിച്ചു. ശ്രുതി, ഈ സുധിക്കുണ്ടല്ലോ പാലോ തൈരോ കുടിച്ചാൽ തന്നെ എന്തെങ്കിലും സംഭവിക്കും. അങ്ങനത്തെ സുധിയെ നീയല്ലേ നോക്കിയും കൊണ്ടൊക്കെ കൂട്ടിക്കൊണ്ട് വരേണ്ടത്. അത് ആന്റി, ആ ഡീലർ ഉണ്ടല്ലോ സുധിയെ നന്നായിട്ട് കമ്പൽ ചെയ്തു. അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പൊ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാല് എല്ലാം ശരിയാവും. അതെ ഞാൻ ഉറങ്ങാൻ വേണ്ടി പോവാണ് അമ്മയെന്ന് പറഞ്ഞു കണ്ട് സുധി നേരെ പുറത്തേക്കാണ് കേട്ടോ ഇറങ്ങി പോകുന്നത്. സുധി അങ്ങോട്ടല്ല ഇങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറഞ്ഞിട്ട് ശ്രുതി പിടിച്ചു വെക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതിയും കൂടി ചേർന്നിട്ട് ഉള്ളിലേക്ക് കയറുമ്പോഴേക്കും നിക്കടാ എന്ന് ഭയങ്കര ദേഷ്യത്തില് സൗണ്ടിൽ അങ്ങ് പറയുവാണേ. അവന്മാരെ വിട്ടിട്ട് നിങ്ങൾ 3 പേരും ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. എന്നതിന് ശേഷം പറയുന്നത് നിങ്ങൾ 3 പേരും വീട്ടിനുള്ളിൽ കയറരുത്, 3 പേരും പുറത്ത് തന്നെ കിടന്നാൽ മതി. അച്ഛാ, പുറത്ത് ഭയങ്കര തണുപ്പാന്ന് പറയുന്നുണ്ട് സച്ചി. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. കുടിച്ചിട്ട് വരരുതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ 3 പേരും കുടിച്ചിട്ട് വന്നു. അതുകൊണ്ട് പുറത്ത് തന്നെ കിടന്നാൽ മതി. രവിയേട്ടാ, പുറത്ത് ഭയങ്കര തണുപ്പായിരിക്കും. സുധിയും അതുപോലെ ശ്രീകാന്തും എങ്ങനെയാണ് പുറത്ത് കിടക്കുക? അപ്പോ സച്ചേട്ടന് തണുപ്പടിക്കില്ല എന്ന് രേവതി ചോദിക്കുമ്പോ അവനല്ലെങ്കിലും ഇത് പുതിയതായിട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ. അവനായിരിക്കും ഇവർ 2 പേരെയും കുടിപ്പിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് അവൻ പുറത്ത് തന്നെ കിടക്കട്ടെ. ഞാൻ സ്റ്റഡി ആയിട്ടാ നിൽക്കുന്നത്. അല്ലെങ്കിലും നിനക്ക് ഇതൊക്കെ ശീലമാണല്ലോ. ഇപ്പൊ അവരെ നശിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയല്ലോ. നീ കാരണമായിരിക്കും അവരെ കുടിച്ചിട്ടുണ്ടാവുക. നിങ്ങളത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവന്മാര് കാരണമാണ് ഞാൻ തന്നെ കുടിക്കേണ്ട അവസ്ഥ വന്നതെന്നുള്ള കാര്യം സച്ചി മുഖത്ത് നോക്കിയിട്ട് ചന്ദ്രയുടെ അടുത്ത് പറയാനോട്ടോ ചെയ്യുന്നത്. ആ രംഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡിന്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ.